സിറിയയിൽ അസദ് ഭരണം തകർന്ന 4-ാം ദിനത്തിൽ ഡമാസ്കസിൽ നിന്ന് വിമതർ പിടിച്ചെടുത്തത് വൻ ലഹരി ശേഖരണമാണ്. 10,000-കണക്കിന് ലഹരി ഗുളികകൾ വീട്ട് ഉപകരണങ്ങൾക്കുള്ളടക്കം ഒളിപ്പിച്ച നിലയിൽ കണ്ടെടുത്തു. പശ്ചിമേഷ്യയിലെ അനധികൃത ലഹരിക്കടത്തിൽ അസദ് ഭരണകൂടത്തിന് പങ്കുണ്ടെന്ന ആരോപണം വെളിവായി പുറത്തുവരികയാണ്. അർദ്ധചന്ദ്രാകൃതിയിലുള്ള ചിഹ്നങ്ങളും ലെക്സസ് എന്ന അടയാളപ്പെടുത്തലുമുള്ള ക്യാപ്റ്റഗൺ രാസലഹരിയെന്ന് ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാം. സിറിയയിൽ ബഷാർ അൽ അസദിന്റെ ഭരണകേന്ദ്രമായ ഡമാസ്കസിന്റെ പടിഞ്ഞാറ് ദൗമയിൽ നിന്ന് ഇത്തരം 10,000-കണക്കിന് ലഹരി ഗുളികകളാണ് വിമത സൈന്യം പിടിച്ചെടുത്തത്. വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉത്പാദനം നടന്നിരുന്ന ലാബിനകത്ത് വീട്ടുപകരണങ്ങളിലും പഴങ്ങളിലുമടക്കം ഒളിപ്പിച്ച നിലയിലായിരുന്നു ഇവയുണ്ടായിരുന്നത്. ലാബിൽ ലഹരി നിർമ്മാണത്തിന് ആവശ്യമായ നിരവധി രാസമിശ്രിതങ്ങളും കണ്ടെടുത്തു. ഇന്ത്യയും ചൈനയും സൗദി അറേബ്യയും അടക്കം രാജ്യങ്ങളിൽ എത്തിച്ചവയാണ് ഈ രാസപദാർത്ഥങ്ങളെന്ന് ലേബലുകളിൽ നിന്ന് റോയിട്ടേഴ്സ് കണ്ടെത്തിയിട്ടുണ്ട്. പാവങ്ങളുടെ കൊക്കെയിൻ എന്നാണ് ക്യാപ്റ്റഗൺ അറിയപ്പെടുന്നത്. കൊക്കെയിന് സമാനമായി തലച്ചോറിനെ അമിതമായി ഉത്തേജിപ്പിക്കുന്നതാണ് ഈ രാസലഹരി. ക്യാപ്റ്റഗണിന്റെ ആഗോള ഉത്പാദനത്തിൽ 80% സിറിയയിൽ നിന്നാണെന്നാണ് US-ന്റേതടക്കമുള്ള കണ്ടെത്തൽ. പ്രതിവർഷം 10 ശതകോടിയുടെ ആഗോള വിൽപ്പന നടക്കുമ്പോൾ അസദ് ഭരണകൂടം ഉണ്ടാക്കുന്ന ലാഭം 2.4 ശതകോടിയോളമെന്ന് ന്യൂയോർക്ക് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ക്യാപ്റ്റഗൺ ട്രേഡ് പ്രോജക്റ്റ് തന്നെ പറയുന്നു. സൗദി അടക്കമുള്ള പശ്ചിമേഷ്യൻ രാജ്യങ്ങളാണ് രാസലഹരിയുടെ പ്രധാന വിപണി. രണ്ടാമത്തേത് യൂറോപ്പും. അസദ് സർക്കാരിന്റെ അറിവോടെ ഡമാസ്കസ് കേന്ദ്രമായ ഈ ലഹരിക്കടത്തിന് ചരട് വലിച്ചിരുന്നത് ബഷാർ അൽ അസദിന്റെ സഹോദരൻ മഹർ അൽ അസദും മഹർ നിയന്ത്രിച്ചിരുന്ന സിറിയൻ സൈന്യത്തിന്റെ 4-ാം ഡിവിഷനുമാണെന്നും ആരോപണങ്ങളുണ്ട്. ഇപ്പോൾ ലഹരിശേഖരം പിടിച്ചെടുത്ത ലാബിന്റെ 2018 മുതലുള്ള ഉടമസ്ഥൻ മഹർ അൽ അസദിനോട് അടുത്ത ബന്ധമുള്ള അമേർ അൽ ഖിദി എന്ന വ്യവസായിയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സിറിയൻ ആഭ്യന്തര യുദ്ധത്തിലേക്ക് നയിച്ച മുല്ലപ്പൂ വിപ്ലവകാലത്ത് പശ്ചിമേഷ്യയിൽ പ്രചാരം വർദ്ധിച്ച ഈ ലഹരി വിപ്ലവാനന്തരം സാമ്പത്തികമായി തകർന്ന അസദ് ഭരണകൂടം വ്യാവസായിക അടിസ്ഥാനത്തിൽ പ്രോത്സാഹിപ്പിച്ചു എന്നാണ് വിലയിരുത്തൽ. പ്രാദേശിക ക്രിമിനൽ മാഫിയ സംഘങ്ങൾക്കൊപ്പം ഹെസ്ബുള്ളയുടെ അടക്കം സാങ്കേതിക സഹായത്തോടെയാണ് ഇത്തരം ലാബുകൾ സിറിയയിൽ പ്രവർത്തിച്ചതെന്ന് ന്യൂ ലൈൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.